നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും പറഞ്ഞു. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഫോർവേഡ് ബയാസിങ് ആകുമ്പോഴും റിവേഴ്സ് ബയാസിങ് ആകുമ്പോഴും നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെയും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെയും ഡിഫറൻസും, അതുപോലെ P-ടൈപ്പ് N-ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഡിഫറൻസും, അതുപോലെ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഉള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാണിച്ചിരിക്കുന്ന പോലെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് സാധാരണ നമ്മൾ ബേസായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ട് എടുക്കൽ എക്സ് ആക്സിസിൽ കറണ്ടാണ് എടുക്കാറ്, Y ആക്സിസിൽ വോൾട്ടേജുമാണ് എടുക്കാറ്. പക്ഷേ ഡയോഡിൻ്റെ കേസിൽ നമ്മൾ Y ആക്സിസിൽ കറണ്ടും അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ വോൾട്ടേജുമാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അതായത് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നീ വോൾട്ടേജ് ആവുമ്പോൾ, അതായത് 0.3 വോൾട്ട് ജെർമേനിയത്തിനും 0.7 വോൾട്ട് സിലിക്കണുമാണ്. അതാണ് എന്ത് ഈ പോയിന്റിൽ കാണിച്ചിട്ടുള്ളത്. അതായത് അതുവരെ എന്തായിരിക്കും, ഒരു സാധാരണ രീതിയിൽ ചെറിയൊരു കറണ്ട് ഫ്ലോ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടാവുള്ളൂ. അത് ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പിന്നെ കൊടുക്കുന്ന കറണ്ടൊക്കെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, പാസ് ചെയ്ത് പോകും. അപ്പോൾ എന്താണ്, കറണ്ടിൻ്റെ വാല്യൂ കൂടി ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, വളരെയധികം ഇൻക്രീസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫുൾ കറണ്ട് എന്ത് ചെയ്യുന്നു, അതിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, നമ്മൾ റിവേഴ്സ് ബയാസിങ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുമ്പോൾ, ഇവിടെ കാണാൻ പറ്റും, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുമ്പോൾ അതെന്താണ്, ബ്രേക്ക് ഡൗൺ ആണ്, അല്ലെങ്കിൽ അവലൻഷ്യ റീജിയൻ എന്ന് പറയും, സെനർ ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയും. അതായത് സെനർ ഡയോഡ് ആകുമ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് വർക്ക് ചെയ്യും. പക്ഷേ സാധാരണ രീതിയിൽ സാധാരണ ഒരു ഡയോഡാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ബ്രേക്ക് ഡൗൺ ആവുക ചെയ്യുക. ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവുകയും ആ ഡയോഡ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവർ വോൾട്ടേജ് ആയി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഡയോഡ് ഡാമേജ് ആയി പോവുകയാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നതിൻ്റെ ഫിഗർ. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് തിയററ്റിക്കലായിട്ട് പറയുന്നതെന്ന്, ദ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് PN junction ഷോൺ ഇൻ ഫിഗർ. ദ ഹൊറിസോണ്ടൽ ലൈൻ ബിലോ ഫിഗർ റെപ്രസെൻറ്റ് ദ എമൗണ്ട് ഓഫ് വോൾട്ടേജ് ആൻഡ് അത് നമ്മൾ പറഞ്ഞ തന്നെയാണ്. അതുപോലെ എന്താണ് PN junction, whereas the vertical represents the amount of current. External voltage applies silicon diode less than 0.7 volt and silicon diode allows only small electrical current. However, small electrical current is considered is negligible. അതായത് നമ്മൾ ആദ്യം പറയുന്ന ഫസ്റ്റ് കാണുന്ന കറണ്ട് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നെഗ്ലിജിബിൾ ആണ്. When the external voltage applied on the silicon diode reaches 0.7 volt, PN junction diode start allowing large current through it. അതായത് 0.7 ആവുമ്പോൾ എന്താണ്, ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും, ബ്രേക്ക് ആവുകയും കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അത് ഫോർവേഡാണ്. അതുപോലെ തന്നെ എന്താണ്, റിവേഴ്സ് ആകുമ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെയാണ് എന്ത് ചെയ്യുന്നത്, ആ സംഭവം നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറാണ് നോക്കുന്നത്. അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമുക്ക് നോക്കാം. സെമി കണ്ടക്ടർ ഇൻ പ്യൂർ ഫോം, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഹിയർ ദ ചാർജ് ക്യാരീസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ഡ്യൂ ടു തെർമൽ എഗിറ്റേഷൻ. Here the change of carriers are produced due to impurities as may also be produced due to thermal region agitation. അതായത് നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അത് ചാർജ് ക്യാരിയേഴ്സിൽ എന്താണ്, ഇമ്പ്യൂരിറ്റീസ് ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. മറ്റേതിൽ എന്താണ്, തെർമൽ എഗിറ്റേഷൻ കൊണ്ട് മാത്രം എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് നടക്കുള്ളൂ.
ദേ ഹാവ് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതായത് നമുക്കറിയാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററാണ്. ഇൻസുലേറ്ററിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയാണ്. എക്സ്ട്രിൻസിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ദേ ഹാവ് ലോ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, കുറച്ച് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്ട്രിൻസിക്കിന് ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറാണ്. അറ്റ് ഓക്കെ ഫെർമി ലെവൽ എക്സാക്ട്ലി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ബാലൻസ് ബാൻഡ്. ഓക്കെ കണ്ടീഷനിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ബാലൻസ് ബാൻഡിൻ്റെയും ഇടയ്ക്കായിരിക്കും. മറ്റേതെന്ന് പറയുന്നത് ക്ലോസർ ടു കണ്ടക്റ്റീവ് ബാൻഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സിലിക്കൺ ജർമേനിയം ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് എക്സാമ്പിൾ. അതുപോലെ സിലിക്കൺ ജർമേനിയം ഡോപ്ഡ് വിത്ത് അലൂമിനിയം, ടിന്ന്, ഫോസ്ഫറസ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്. അതായത് പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ കറണ്ട് കണ്ടക്ടിവിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇൻട്രിൻസിക്കിന് എക്സ്ട്രിൻസിക്കിന് റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ് എന്ന് പറയാം. പ്യുവർ ഫോമാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും തമ്മിലുള്ള എന്താണ് വേരിയേഷനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻസ് ആണ്. ഒന്നാമത്തേതായിട്ട് നമ്മൾ ഈ ഫിഗർ വരയ്ക്കണം. അതായത് അക്സെപ്റ്റർ അയോൺസ് ആയിട്ട് പി ടൈപ്പ് സെമി കണ്ടക്ടറിന് പോസിറ്റീവ് അല്ല നെഗറ്റീവായിട്ടാണ് എന്ത് ചെയ്യുന്നത് അയോൺസിനെ നമ്മൾ കാണിക്കുന്നത്. അതുപോലെ എൻ ടൈപ്പിൽ പോസിറ്റീവായിട്ടാണ് ഡോണർ അയോൺസിനെ കാണിക്കുന്നത്. അതിൽ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ആയ ഹോൾസാണ് കൂടുതൽ വരയ്ക്കേണ്ടത്, ഇലക്ട്രോൺസ് കുറച്ചേ വരയ്ക്കാൻ പാടുള്ളൂ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട്. അതായത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ഇലക്ട്രോൺസ് കൂടുതലും മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടും ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടും വേണം എന്ത് ചെയ്യാൻ വരയ്ക്കാൻ. ഓക്കെ, പിന്നെ അതിൻ്റെ മേജർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡോണർ ടൈപ്പാണ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റി ആറ്റം ഈസ് പെൻറ്റാവാലൻ, അതായത് 5ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഡോണർ ലെവൽ ലൈസ് ക്ലോസ് ടു ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ്. അതായത് ഡോണർ ലെവൽ എന്ന് പറയുന്നത് എന്തിൻ്റെ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ബോട്ടം ലെവലിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ഹോൾസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. ഓക്കെ, ഇത്രയാണ് എൻ ടൈപ്പ് എന്ന് പറയുന്നത്. പി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അക്സെപ്റ്റർ ടൈപ്പാണ്, അതായത് അക്സെപ്റ്റർ ആറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇമ്പ്യൂരിറ്റി ആറ്റം ഈസ് ട്രൈവാലന്റ്, 3ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അക്സെപ്റ്റർ ലെവൽ ഈസ് ക്ലോസ് ടു ദ ടോപ്പ് ഓഫ് ദ ബാലൻസ് ബാൻഡ്. ബാലൻസ് ബാൻഡിൻ്റെ ടോപ്പിലായിരിക്കും എന്തുണ്ടാവുക അക്സെപ്റ്റർ ലെവൽ ഉണ്ടാവുക. ഹോൾസ് ആർ മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെയും മെയിൻ ഡിഫറൻസുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളതിലെ അപ്ലിക്കേഷൻസ് ആയിട്ട് 2 പിന്നെ നെക്സ്റ്റ് പഠിക്കുന്നത്. ഒന്ന് സോളാർ സെല്ലും അതുപോലെ തന്നെ LED ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലിക്കേഷൻസ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ സോളാർ സെല്ലാണ് ഒന്നാമത്തത്. അത് സോളാർ സെല്ലിൻ്റെ ഫോട്ടോ അബ്സോർബ് ചെയ്യുന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫ്രണ്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് വരുന്ന സ്ഥലം കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ ടൈപ്പ് റീജിയൻ ബ്ലൂ നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഡിപ്ലീഷൻ സോണ് ഒരു മെറൂൺ നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. പി ടൈപ്പ് എന്നത് ഒരു ഓറഞ്ച് നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടിയത്തെ മെറ്റൽ കോണ്ടാക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എ സോളാർ സെൽ കൺവേർട്സ് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഈസ് എ കറണ്ട് സോഴ്സ്. അതായത് ഒരു കറണ്ട് സോഴ്സാണ് എന്തെന്ന് പറയുന്നത് സോളാർ സെല്ല് എന്ന് പറയുന്നത്. ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ എ ഫോട്ടോൺ ഓഫ് ലൈറ്റ് ഹിറ്റ്സ് ഇൻ ദ പീസ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. അതായത് പി എൻ ജംഗ്ഷനാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഡിപ്ലീഷൻ റീജിയണും പി റീജിയണും എൻ റീജിയണും നമ്മൾ കണ്ടു. ഇറ്റ് either goes straight through material if its energy is lower than band gap energy of the silicon semiconductor or absorbed by silicon of its energy greater than the band gap energy. In the later case, an electron hole pair is produced and the electron and hole is separated by the internal electric field near the p-n junction.
the electrons are pulled by the positive potential to the n side and the hole are pulled by the negative potential to p side, thereby forming a current through an external circuit. അതായത് നമ്മളെന്താണ് ഒരു ഫോട്ടോൺ എന്താ ലൈറ്റ് എനർജി വന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ തട്ടുമ്പോൾ അതിൻ്റെ ഡിപ്ലീഷൻ റീജിയണിൽ എന്ത് ചെയ്യാണ്, എന്താ നേരിയ ഡിപ്പ് വരികയും അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ ചെറുതായിട്ട് എന്ത് ചെയ്യാണ്, എന്താ ഓപ്പൺ ആവുകയും അതിലൂടെ കറണ്ട് കണ്ടക്ഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ഹോൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് റീജിയനിലേക്കും ഇലക്ട്രോൺസ് എന്താണ് പോസിറ്റീവ് റീജിയനിലേക്കും മൂവ് ചെയ്തിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ എന്തുണ്ടാവുകയാണ്, ഒരു കറണ്ട് ഒരു ഇൻറ്റേർണൽ ഇലക്ട്രിക്കൽ ഫീൽഡ് വഴി ഒരു എക്സ്റ്റേണൽ കറണ്ട് ഉണ്ടായിട്ട് എന്ത് ചെയ്യാണ്, എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യാണ്, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയാണ്. അപ്പോൾ ലൈറ്റ് എനർജീനെ ഫോട്ടോൺ വന്ന് തട്ടുന്നതിനനുസരിച്ച് എന്ത് എനർജി ആക്കിയിട്ട് ഇലക്ട്രിക്കൽ ഫീൽഡ് എനർജി ആക്കി ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളാർ സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ രണ്ടാമത്തതാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED എന്ന് പറയുന്നത്. അതായത് LED എന്ന് പറയുന്നതിൻ്റെ ഫിഗറാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചിട്ടുള്ളത്. അതായത് ചേഞ്ച് കാരിയർ റീകോമ്പിനേഷൻ P ടൈപ്പ് ഉണ്ട്, N ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ എന്താണ് ഡിപ്ലീഷൻ ലെയർ ഉണ്ട്, എമിറ്റഡ് ലൈറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് സൈഡും ഗോൾഡൻ ഫിലിം കാഥോഡ് കണക്ഷനും ഉണ്ട്, മുകളിൽ ആനോഡ് കണക്ഷനും ഉണ്ട്. എന്നിട്ട് അതിനെ ക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, രണ്ട് മെറ്റാലിക് കോണ്ടാക്റ്റുകളുണ്ട്. ആ കോണ്ടാക്റ്റിന് എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു DC സപ്ലൈ കൊടുക്കുകയാണ്. അതിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിട്ടുള്ളത്. സാധാ ഡയോഡിൽ നിന്ന് പുറത്തേക്ക് രണ്ട് ആരോ മാർക്കുള്ള രീതിയിലാണ് LED സിമ്പിൾ കാണിച്ചിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ സാധാ ഇലക്ട്രോണുകളാണെങ്കിൽ, അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LEDs 2 lead semiconductor light source, it is a PN junction diode emits light when activated. When the suitable voltage is applied, the electrons are able to recouple electron holes with the device, releasing energy from of photons. അതായത് സാധാരണ നമ്മളൊരു PN ജംഗ്ഷൻ ഡയോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കറണ്ട് കണ്ടക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് തള്ളുന്നത്. അപ്പോൾ LED ആണ് എന്നുണ്ടെങ്കിൽ ഫോട്ടോൺസ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ട് നമുക്ക് എന്താണ് ലൈറ്റ് എനർജി ആയിട്ട് അതിനെ പുറത്തേക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, LED എന്ന് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് അതായത് ഹീറ്റ് എനർജി എമിറ്റ് ചെയ്യുന്നതിന് പകരം ലൈറ്റ് എനർജിയാണ് എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. അതിനാണ് LED എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് LED ലെസ്, അതുപോലെ തന്നെ ചെറുതാണ്, ദേ ആർ ടൈനി. ബൈ യൂസിങ് LED ഇലക്ട്രിസിറ്റി ഈസ് കൺട്രോൾ. അതായത് നമ്മളിപ്പോൾ സാധാരണ ഇൻകാൻഡസെൻ്റ് ലാമ്പുകളുടെ ട്യൂബ്ലൈറ്റുകളുടെ ഒക്കെ പകരം നമ്മളെന്താണ് LED ബൾബുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ വാട്ടേജിൽ നമുക്ക് യൂസ് ചെയ്യാം, കറണ്ടിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ LED ഡിഫേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ കൺട്രോളർ. അതായത് നമുക്ക് LED ബൾബിൻ്റെ ഉള്ളിൽ നമുക്ക് സർക്യൂട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് മൈക്രോ കൺട്രോളോ IC ചിപ്പുകളോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലും അതിൻ്റെ വർക്കിങ്ങിലൊക്കെ വേരിയേഷൻ വരുത്താൻ പറ്റും. ഓക്കെ. നമുക്ക് സാധാരണ ഒരു ബൾബോ ട്യൂബോ ഒക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിൽ അതുപോലെ ഹോം അപ്ലയൻസസിലൊക്കെ ബൾബായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, LED യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ കാറുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൊബൈൽ ഫോണുകളുടെ അതുപോലെ തന്നെ LED ഡിസ്പ്ലേയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. TVയുടെ ഒക്കെ ഡിസ്പ്ലേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റ് സിഗ്നൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക്കൽ ബോർഡുകളിലൊക്കെ, അതായത് നമ്മളെന്താണ് ഇപ്പോൾ ഈ ഹോട്ടലുകളുടെ ഇതിൻ്റെയൊക്കെ ഇലക്ട്രിക്കൽ ബോർഡുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, LED യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് എമിറ്റ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയലുകളുടെ കുറച്ച് എന്തെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് കുറച്ചും കൂടി ആപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. തെർമിസ്റ്ററുകൾ, അതുപോലെ വാരിസ്റ്ററുകൾ, അതുപോലെ LDR, അങ്ങനെ ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ല്, ഫോട്ടോ വോൾട്ടായിക് സെല്ല് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ മൊഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത് വരും സെക്ഷനുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. LED, അതുപോലെ തന്നെ സോളാർ സെല്ല്,
അതുപോലെ തന്നെ എൻ ടൈപ്പിൻ്റെയും പി ടൈപ്പിൻ്റെയും ഡിഫറൻസ്, അതുപോലെ ഇൻട്രിൻസിക്കിൻ്റെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഡിഫറൻസ്, അതുപോലെ തന്നെ എന്താണ് VI ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയാണ് നമ്മൾ ഈ സെക്ഷനിൽ കൈകാര്യം ചെയ്തത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ കൈകാര്യം ചെയ്യാം.